രാജാധികാരിയായ നാഥനിലേക്ക് അനുരാഗത്തിന്റെ ഭാവത്തിലൂടെ റൂഹ് കൊണ്ട് സഞ്ചരിച്ചവരാണ് സൂഫിയാക്കൾ. ഹൂ എന്ന മനോഹരമായ ലഹരിയെ രുചിച്ച് അവർ ഉല്ലസിക്കുന്നത് ബാഹ്യമായ കണ്ണുകൾ കൊണ്ടൊരാൾക്കും തിരിച്ചറിയാനും ലൗകികമായ ചിന്താമണ്ഡലതലം തിരിച്ചറിയാൻ അസാധ്യമാണ്. അവർ ഖൗഫിനെ വധിക്കുകയും ഇഷ്കിനെ ജനിപ്പിക്കുകയും ചെയ്തവരാണ്. നാഥാ, ഞാൻ നിന്നെ പ്രേമിക്കുകയാണ്. പരമമായ പ്രേമത്തിന് അധികാരി നീ മാത്രമാണ് എന്നവർ മാരിഫത്തിന്റെ ലോകത്തിൽ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. എന്റെ നാഥൻ ഭയമല്ല, പകരം സ്നേഹമാണ് എന്നവർ പറഞ്ഞുകൊണ്ടേയിരിക്കും. മൻസൂർ പുത്തനത്താണിയുടെ വരികളിലൂടെ ഇതിവൃത്തം ഫനാ. നിന്റെ റബ്ബല്ല, നിന്റെ റബ്ബല്ല, നിന്റെ റബ്ബല്ല, എന്റെ റബ്ബ് വേറെയാണടോ. എന്റെ റബ്ബെന്ന സ്നേഹമാണ്, പേടിയല്ലടോ. നിന്റെ റബ്ബല്ല, എന്റെ റബ്ബ് വേറെയാണടോ. എന്റെ റബ്ബെന്ന സ്നേഹമാണ്, പേടിയല്ലടോ. നിന്റെ റബ്ബല്ല, എന്റെ റബ്ബ് വേറെയാണടോ. എന്റെ റബ്ബെന്ന സ്നേഹമാണ്, പേടിയല്ലടോ. എന്റെ റബ്ബെന്ന സ്നേഹമാണ്, പേടിയല്ലടോ. അബ്ദിനോടെന്നും കാരുണ്യം റാഹിമാണടോ. പിഴവന്നോൻക്കും തൗബക്ക് ബാബ് തരുമടോ. അബ്ദിനോടെന്നും കാരുണ്യം റാഹിമാണടോ. പിഴവന്നോൻക്കും തൗബക്ക് ബാബ് തരുമടോ. ഇന്നെന്നിലുള്ള എല്ലാം അത് അവൻ തന്നെടോ. എന്നിലോനാണടോ. നിന്റെ റബ്ബല്ല, നിന്റെ റബ്ബല്ല, നിന്റെ റബ്ബല്ല, എന്റെ റബ്ബ് വേറെയാണടോ. നീ മനസ്സിലാക്കിയ റബ്ബല്ല എന്റെ റബ്ബ്. എന്റെ റബ്ബെന്നാൽ സ്നേഹമാണ്. അവൻ സ്നേഹിക്കാൻ മാത്രം കഴിയുന്നവനാണ്. നാഥനെ ഭയമായി കാണുന്നവരുടെ ചിന്താഗതിയെ മാറ്റിമറിക്കാനാണ് ഈ വരികൾ പ്രേരിപ്പിക്കുന്നത്. അടിമകളോടേറ്റവും കാരുണ്യം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നവനാണ് അവൻ. അവന്റെ ഏറ്റവും വലിയ കാരുണ്യമാണ് നീ എന്ന നീയും ഞാൻ എന്ന ഞാനും. എന്നിട്ടും അവനെ ഭയമായി കാണുന്ന നീ കണ്ട റബ്ബല്ല എന്റെ റബ്ബ്. സ്നേഹമാണ്, പേടിയല്ലടോ. നരകത്തെ മാത്രം മോദി നടക്കല്ലേടോ. നീ അവനെ ഭയമായിട്ട് പറയുന്നടോ. സ്വർഗത്തെ കൊതിച്ചിട്ട് വണങ്ങല്ലേടോ. അവന് പ്രിയം വെച്ചാൽ അത് മാത്രം മതിയായടോ. ഇവിടെ ഇഷ്കല്ലാതെ ഒന്നുമില്ല. ഇഷ്ക് മിസ്കാക്കി നൂറെ സ്വല്ലല്ലാഹ്. ഇവിടെ ഇഷ്കല്ലാതെ ഒന്നുമില്ല. ഇഷ്ക് മിസ്കാക്കി നൂറെ സ്വല്ലല്ലാഹ്. നിന്റെ റബ്ബല്ല, നിന്റെ റബ്ബല്ല, നിന്റെ റബ്ബല്ല, എന്റെ റബ്ബ് വേറെയാണടോ. ഏതിനും എന്തിനും നരകമാണവന്റെ പരിഹാരമെന്ന് പറ്റിപ്പോയ തെറ്റിന്റെ പേരിൽ ഖേദിക്കുന്നവനാണ് നീയെങ്കിൽ നിനക്ക് പിഴച്ചു. എല്ലാം പൊറുത്തും ക്ഷമിച്ചും അവന്റെ പ്രേമ പൂപ്പന്തലിലേക്ക് ചേർന്ന അടിമക്ക് അവൻ പൊറുത്തു കൊടുക്കുന്നത്. അടിമകളോടുള്ള അവന്റെ സ്നേഹത്തിന് കളവാക്കുന്നത് എന്തിനാണ്? നിന്റെ ഇബാദത്ത് സ്വർഗത്തെ കൊതിക്കുന്നതും നരകത്തെ ഭയക്കുന്നതുമാണെങ്കിൽ ഉടമയായ അല്ലാഹുവിനോട് നിനക്കുള്ളത് ആത്മാർത്ഥമായ സ്നേഹത്തിന്റെ സമർപ്പണമല്ലല്ലോ. ഇവിടെ ഇഷ്ക് മാത്രമാണ്. ആ ഇഷ്ക് പകർന്നു നൽകിയത് അത് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ റബ്ബെന്ന സ്നേഹമാണ്, പേടിയല്ലടോ. തെറ്റുപറ്റിയോരൊക്കെ ഇങ്ങനെ മോശമാവടോ. അവരെ മോശമാക്കും നീ തന്നെ മോശമായടോ. തമ്മിൽ സ്നേഹിക്കാൻ അറിയാത്ത ആളെന്തേടോ. ഉള്ളിൽ കിബിർ വെച്ച് കൈ നീട്ടല്ലോൻക്ക് വേണ്ടടോ. അലിഫ് ലാം ലാം ഹോ അല്ലാഹ്. അഹ്മദ് ഹാ റഹ്മത്തിലെ മുല്ല. അലിഫ് ലാം ലാം ഹോ അല്ലാഹ്. അഹ്മദ് ഹാ റഹ്മത്തിലെ മുല്ല.
നിന്റെ റബ്ബല്ല നിന്റെ റബ്ബല്ല നിന്റെ റബ്ബല്ല എന്റെ റബ്ബ് വേറെയാണെടോ എന്റെ തെറ്റുപറ്റിയവരെ മോശമാക്കുന്ന നമ്മൾ സ്വയം മികച്ചവരാണ് എന്ന ധാരണയാണ് കാരണം. പകരം എന്നെക്കാൾ മികച്ചവനാണ് അവനെന്ന് ധരിച്ചാൽ ഏറ്റവും മികച്ചവന്റെ സ്നേഹം രുചിക്കാൻ നമുക്ക് സാധിക്കും. അതിന് അലിഫ് ലാമിൽ ഒളിഞ്ഞു കിടക്കുന്നതായ മുഹമ്മദിയത്തിനെ നീ അറിയുക. അതിലൂടെ മാത്രമാണ് നാഥൻ മുഴുവൻ റഹ്മത്തുകളെയും വെളിവാക്കിയിട്ടുള്ളത്. ആ റഹ്മത്തുള്ളവനാകട്ടെ സ്വയം മോശമെന്ന് ധരിച്ച് ഇലാഹി ചിന്തയിൽ മാത്രം ജീവിച്ചു കൊണ്ടേ. നിന്റെ റബ്ബല്ല എന്റെ റബ്ബ് വേറെയാണെടോ എന്റെ റബ്ബെന്ന സ്നേഹമാണ് പേടിയല്ലടോ എന്റെ റബ്ബെന്ന സ്നേഹമാണ് പേടിയല്ലടോ എന്റെ റബ്ബെന്ന സ്നേഹമാണ് പേടിയല്ലടോ. നാഥൻ സ്നേഹമാണ് എന്ന യാഥാർത്ഥ്യത്തെ തിരിച്ചറിയാൻ ഏതു വഴിയാണ് സ്വീകരിക്കേണ്ടതെന്ന് സൂഫിയാക്കൾ രേഖപ്പെടുത്തുന്നു. അത് ത്വരീക്കത്തും കടന്ന് ഹഖീഖത്തിൽ കിടക്കുന്ന നിധിയാണ്. ആ നിധിയെ നാം സ്വായത്തമാക്കണം. മൺമറഞ്ഞു പോയ അബ്ദുർ റസാഖ് മസ്താൻ പൊന്നാനി എന്നവർ വിശദീകരിക്കുന്നു. അലിഫ് ലാമിലേക്ക് നീ നിന്റെ ചിന്തയെ കൊണ്ടിട്. അത് മീമായാൽ മാത്രം ഒളിപ്പിച്ചു വെച്ചതായ ആ ഒരു മീമ്, ആ മീമിനെ നീ കാണ്. എങ്കിൽ മാത്രമാണ് ആ ഒരു വിജയത്തിലേക്ക് നീ എത്തൂ. അലിഫ് ലാമിന്റെ കൂടെ നീ ചേർക്കടോ അത് മീമായാൽ മാത്രം താമടോ. അലിഫ് ലാമിന്റെ കൂടെ നീ ചേർക്കടോ അത് മീമായാൽ മാത്രം താമടോ. അലിഫ് ലാമിന്റെ കൂടെ നീ ചേർക്കടോ അത് മീമായാൽ മാത്രം താമടോ. അലിഫ് ലാമിൻ ഖുർആനിലുള്ള സിർറിഞ്ഞെങ്കിൽ നമ്മിലുണ്ട് ബിർറ്. അലിഫ് ലാമിൻ ഖുർആനിലുള്ള സിർറിഞ്ഞെങ്കിൽ നമ്മിലുണ്ട് ബിർറ്. ബിർറിനാലെ നാം കാണും മുഹമ്മദി ബർറു ബഹറെല്ലാം വത്തും യാ സയ്യിദി. ബിർറിനാലെ നാം കാണും മുഹമ്മദി ബർറു ബഹറെല്ലാം വത്തും യാ സയ്യിദി. അലിഫ് ലാമിന്റെ കൂടെ നീ ചേർക്കടോ അത് മീമായാൽ അതിൽ ഒളിഞ്ഞു കിടക്കുന്നതായ ആ ഒരു മീമ് ഖുർആനിലെ അതീവ രഹസ്യമാണ്. ആ രഹസ്യത്തെ ആരാണോ തിരിച്ചറിയുന്നത് അവനിലേക്ക് മാത്രമാണ് അള്ളാഹുവിന്റെ സ്നേഹത്തിന്റെ നിധി വെളിവാക്കപ്പെടുന്നത്. ആ മീമാകട്ടെ അത് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വെളിവാക്കും. അവരെ ലോകബറും ബഹറുമെല്ലാം വാഴ്ത്തിക്കൊണ്ടേ മാത്രം താമടോ. അല്ലാഹ് ആദ്യം മമൈത്തുള്ള നൂറ് നൂറ് കണ്ടാലൊടുങ്ങുന്നു നാറ്. അല്ലാഹ് ആദ്യം മമൈത്തുള്ള നൂറ് നൂറ് കണ്ടാലൊടുങ്ങുന്നു നാറ്. നാറിൽ നിന്നുള്ള രക്ഷ അത് മീമടോ മീമി പൊരുളിൽ നാം ആടി ലയിക്കടോ. നാറിൽ നിന്നുള്ള രക്ഷ അത് മീമടോ മീമി പൊരുളിൽ നാം ആടി ലയിക്കടോ. അലിഫ് ലാമിന്റെ കൂടെ നീ ചേർക്കടോ. അഹദായ തമ്പുരാൻ ആദ്യമായി സൃഷ്ടിച്ചത് അത് അഹ്മദിയത്തിന്റെ റൂഹിനെയാണ്. ആ റൂഹിൽ പ്രകാശിതമായാൽ അവിടെ ശൈത്വാനിയത്താകുന്ന നാറ് അപ്രതീക്ഷിതമാകും. നാശത്തിൽ നിന്നുള്ള രക്ഷ അത് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണ്. ഹബീബ് എന്ന മനോഹരമായ മുഹമ്മദിയത്തിലേക്ക് നീ ലയിച്ചു ചേരൂ. അത് മീമായാൽ മാത്രം താമടോ. പഞ്ചഭൂതമേ പഞ്ചഭൂതമേ പഞ്ചവർണ്ണ പക്ഷി പാറിടും പ്രപഞ്ചമിൽ ദുഷിച്ച് നാറിടും. പഞ്ചഭൂതമേ പഞ്ചഭൂതമേ പഞ്ചവർണ്ണ പക്ഷി പാറിടും പ്രപഞ്ചമിൽ ദുഷിച്ച് നാറിടും. അഞ്ച് വഖത്ത് കണ്ടറിഞ്ഞതിന്റെ ഹക്ക് വീടണം അതിന്റെ ഹക്ക് വീടണം. അഞ്ച് വഖത്ത് കണ്ടറിഞ്ഞതിന്റെ ഹക്ക് വീടണം അതിന്റെ ഹക്ക് വീടണം. അപ്പോൾ നിന്റെ റബ്ബിലായി ശുഹൂദിയത്തു നേടണം ശുഹൂദിയ
ശുഹൂദിയത്തു നേടണം. അപ്പോൾ നിന്റെ റബ്ബിലായി ശുഹൂദിയത്തു നേടണം, ശുഹൂദിയത്തു നേടണം. പഞ്ചഭൂതമേ പഞ്ചഭൂതമേ പഞ്ചേന്ദ്രിയങ്ങളായി നിറഞ്ഞു നിന്ന മനുഷ്യ, ഇസ്ലാമെന്ന പഞ്ചവർണ്ണ പക്ഷി നിന്നിൽ നിന്നും പാറിയകന്നാൽ നീ ഒരു വിലയുമില്ലാതെ ദുഷിച്ച് നാറിടും. 5 വക്തെന്ന മനോഹരമായ പരമാധികാരിയുടെ സമ്മാനം, അതിനോടുള്ള നിന്റെ ഹക്ക് നീ വീട്ടണം. അങ്ങനെയായാൽ ആ റബ്ബിൽ തവക്കുലിന്റെ മേൽ നീ സ്വീകാര്യനാകും. അതുവഴി അലിഫ് ലാം എന്ന മനോഹരമായ മുഹമ്മദീയത്ത്, ആ മുഹമ്മദീയത്തിനെ മനസ്സാൽ വഹിക്കാനുമാകും എന്നതാണ് ഈ വരികൾ നമ്മെ ഓർമ്മപ്പെടും. പഞ്ചവർണ്ണ പക്ഷി പാറിടും, പ്രപഞ്ചമിൽ ദുഷിച്ച് നാറിടും. അലിഫ് ലാമിന്റെ കൂടെ നീ ചേർക്കടോ, അത് മീമായാൽ മാത്രം താമടോ. അലിഫ് ലാമിന്റെ കൂടെ നീ ചേർക്കടോ, അത് മീമായാൽ മാത്രം താമടോ. അലിഫ് ലാമിന്റെ കൂടെ നീ ചേർക്കടോ, അത് മീമായാൽ മാത്രം താമടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.